നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വളരെയേറെ സൗഭാഗ്യവും വിജയവും നേടാൻ നമുക്ക് സാധിക്കും. നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ മാറ്റത്തിരുത്തലുകൾക്കും കാരണം 6 സ്വാദുകളാണ്. 6 സ്വാദുകൾ നമ്മൾ തലയിൽ അടിച്ചു കയറുള്ളത്. ആ 6 സ്വാദുകൾ എപ്പോഴും ആലോചിച്ചാൽ മതി. സ്വാദ് 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 സ്വാദ്. എത്ര സ്വാദ്? 6 സ്വാദുകൾ. സ്വാദ് എന്ത് രസമോ വാക്ക സ്വാദ് അല്ലെ. 6 സ്വാദുകളാണ് നമ്മുടെ ജീവിതത്തിൽ വിജയം നമുക്ക് നൽകുന്നത്. ഒന്നാമത്തെ സ്വാദ് എന്താണ് അറിയോ? സ്വാദു സ്വലാ. സ്വാദു സ്വലാ, സ്വലാത്തിന്റെ സ്വാദ്, നിസ്കാരത്തിന്റെ സ്വാദ്. നോക്കിങ്ങള് അന്റെ കുടുംബത്തിനെ നിസ്കരിക്കാൻ വേണ്ടി വിളിച്ചോണത്തി ഫസ്തബിർ അലൈഹ. അതിന്റെ പേരിച്ച് കുറെ ബുദ്ധിമുട്ടൊക്കെ സഹിക്കും. എന്നാൽ ലാ നസ്അലുക റിസ്ഖ, അന്നോടെയാണ് തിന്നാനൊന്നും ചോദിക്കണില്ല. നഹ്നു നർസുഖ്, അനക്കെന്നെ ഭക്ഷണം തരുന്ന ഞാനാണ്. അപ്പൊ നിസ്കരിക്കണോണ്ട് നമ്മുടെ റിസ്ഖിൽ അള്ളാഹു വർദ്ധനവ് നൽകും. റിസ്ഖിൽ അള്ളാഹു നമുക്ക് വർദ്ധനവ് നൽകും. അപ്പൊ ഒന്നാമത്തെ സ്വാദ് സ്വാദു സ്വലാ. രണ്ടാമത്തെ സ്വാദ് സ്വാദു സബ്ർ. ഓരോന്നും കൂടുതൽ വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തെ സ്വാദ് സ്വാദു സബ്ർ, സബ്റിന്റെ സ്വാദ്. നോക്കിങ്ങള് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് പ്രതിഫലം പല കാര്യങ്ങൾക്കും പറയുന്നുണ്ട്. പക്ഷെ ക്ഷമിക്കുക എന്നുള്ളത് എല്ലാവർക്കും കഴിയില്ല, എല്ലാ മനുഷ്യന്മാർക്കും ക്ഷമിക്കാൻ കഴിയില്ല. ഇന്നമാ യുവഫ സ്വാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. അതുകൊണ്ടാണ് അതിനങ്ങനെ പറഞ്ഞത്. കണക്ക് കൂടാത്ത പ്രതിഫലമാണ് സ്വാബിരീങ്ങൾക്ക്, ക്ഷമിക്കുന്ന ആൾക്കാർക്ക് നൽകുക എന്നുള്ളത് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. മൂന്നാമത്തെ സ്വാദ് സ്വാദു സ്വദഖ. സ്വാദു സ്വദഖ. അസ്വദഖതു തുത്ഫിഉൽ ഖതിയ. സ്വദഖ കൊടുത്ത പാപങ്ങൾ മായ്ച്ചു കളയും, പാപങ്ങൾ മായ്ച്ചു കളയും. ഏതുപോലെ? കമാ ഉന്നാർ, തീയെ വെള്ളത്തിനെ കെടുത്തി കളയുന്നത് പോലെ പാപങ്ങളെ അങ്ങനെ കെടുത്തി കളയുന്നതാണ്. അതുപോലെ തന്നെ രോഗങ്ങളെ മാറ്റിക്കളയും, അതുപോലെ തന്നെ പ്രയാസങ്ങളെ അകറ്റിക്കളയും. ഒരുപാട് നേട്ടങ്ങൾ ആ സ്വദഖ കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ മൂന്നാമത്തെ സ്വാദ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വാദു സ്വദഖ. നാലാമത്തേത് സ്വാദു സ്വഫ്ഹ്. സ്വാദു സ്വഫ്ഹ്, വിട്ടുവീഴ്ച നൽകുക എന്നുള്ളത്. വിട്ടുവീഴ്ച നൽകുക എന്നുള്ളത് നോക്കി ഖുർആൻ പറയാ വന്ന സാഅതല ആതിയ, അന്ത്യനാൾ അടുത്തിട്ടുണ്ട് കേട്ടോ. ഫസ്ഫഹിസ് സ്വഫ്ഹൽ ജമീൽ, നല്ലോണം വിട്ടുവീഴ്ച ചെയ്തോ എന്താ പറഞ്ഞത്. അന്ത്യനാൾ, അന്ത്യസമയം അടുത്തിട്ടുണ്ടോ, മരണം അടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്തോ. വിട്ടുവീഴ്ച യഥാർത്ഥത്തിൽ എല്ലാ വലിയ കാര്യങ്ങളും മുറിക്കാൻ ആയുധങ്ങളുണ്ട്. എന്നാൽ ഏതൊരു കാര്യത്തെയും വേഗത്തിൽ വേർപ്പെടുത്താൻ, എളുപ്പമാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ സ്വഫ്, വിട്ടുവീഴ്ച എന്ന് പറയുന്നത്. അപ്പോ സ്വാദു സ്വഫാണ് നാലാമത്തത്. അഞ്ചാമത്തത് സ്വാദു സിദ്ഖ്, സത്യസന്ധത. അഞ്ചാമത്താണ് സ്വാദു സിദ്ഖ്. അലൈക്കും ബിസ്സിദ്ഖ്, സത്യസന്ധനാകുക. ഫഇന്ന സിദ്ഖ യഹ്ദി ഇലൽ ബിർറ്, അത് നിന്നെ നന്മയിലേക്ക് നയിക്കും. വഇന്നൽ ബിർറ യഹ്ദി ഇലൽ ജന്ന, മാത്രമല്ല പുണ്യം സ്വർഗത്തിലേക്ക് നയിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അഞ്ചാമത്തെ സ്വാദ് സിദ്ഖിന്റെ സ്വാദാണ്. ആറാമത്തെ ഒന്നും കൂടി ഉണ്ട്. അതുണ്ടെങ്കിൽ പിന്നെ എല്ലീനും അത് മതി. സ്വാദു സൗം. അസ്സൗമു ജുന്നത്തുൻ. സൗം എന്നുള്ളത് പരിചയമാണ്. എല്ലാ തിന്മകളിൽ നിന്നും അതിനൊക്കെ നേരിടാൻ പറ്റുന്ന ഒരു പരിചയമാണ് സൗം എന്ന് പറയുന്നത്. അപ്പോൾ 6 സ്വാദാത്തുകൾ, സിത്ത സ്വാദാത്ത് നമ്മൾ ഓർത്ത് വെക്കുക. സ്വാദു സ്വലാ, സ്വാദു സബ്ർ, സ്വാദു സ്വദഖ, സ്വാദു സഫ്ഹ്, സ്വാദു സിദ്ഖ്, സ്വാദു സൗം. ഈ 6 കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് ലഭിക്കാൻ കാരണമാവുക. സർവശക്തനായ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാണ്.